ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ എന്ത് വെച്ചാൽ ഇന്ന് നമ്മളെടുത്ത അച്ഛൻ മരിച്ച ദിവസമാണ്. വിജു ചേട്ടൻ്റെ അച്ഛൻ മരിച്ച ദിവസമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഏട്ടൻ വന്നിട്ടുണ്ട്. പെട്ടെന്ന് വന്ന ടൗണോ അല്ലേ, അങ്ങനെ പെട്ടെന്നൊരു ഒരാഴ്ച ലീവിന് വന്നിട്ടുണ്ട്. പിന്നെ എന്താ സമയം ഒരു 10 മണി ആയിട്ട് 10 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ റെഡിയായി. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് പോകുന്ന ഏതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തൃക്കണ്ണാട് അമ്പലത്തിലാണ് പോകുന്നുള്ളത്. അപ്പോൾ തൃക്കണ്ണാട് പോയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് വരുമായിരിക്കും, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇടാൻ നോക്കാം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. പോകുന്ന വഴിക്കാണ്. തമ്പച്ചമ്മേ, നമ്മളുടെ അമ്മച്ചമ്മേ, നമ്മൾ അമ്പലത്തേക്ക് കുഞ്ഞില്ല. കാണില്ല എനിക്ക്. അതിലേക്ക് ഇട്ടുണ്ടോ വീണ്ട? അതിലേക്ക് ഇതൊക്കെ പോപ്പിയതാ. അതാ
എവിടെയാണ് എന്ത് മുമ്പ് എന്നടാ അജു നമ്മ വരൂല സത്യം വരൂല പറഞ്ഞ കേക്കുന്നില്ല അവ പോണ്ട കടല് കേറിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഇതാ കുപ്പിച്ചില്ലും ഉണ്ട് അതാ തൊഴിൽ വരുന്നേ ഇതെല്ലാം മറ്റേ ഇതെന്നെ വയനാട്ടിൽ നിന്നെല്ലാം വന്നതുകൊണ്ട് വേണ്ടടാ നല്ല കാല് പൊള്ളിയിട്ട് കഴിഞ്ഞില്ല ഓ ഓ ഓ ഭയങ്കര വെയിലിട്ടോ വെയിലായിട്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അതുമല്ല കാല് പൊള്ളിയിട്ട് അമ്മേന്റെ കാല് എന്താ ആവൂല ആവൂല അതോ ചൂടല്ലേ എങ്ങനെ നമ്മെല്ലാരും തൊട്ടു കണ്ടാക്കി നമ്മള് അങ്ങനെ തന്നെ ശരിയാണ് നമ്മണ്ടല്ലോ അമ്പലത്തിൽ നിന്ന് നേരെ വന്നത് തറവാട് വീട്ടിലേക്കാട്ടോ. അപ്പോൾ വിജയചേട്ടൻ്റെ വിജയചേട്ടൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഈ വീട് വന്നിട്ട് ഇവർ പണ്ട് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നമ്മൾ 3-4 ആളും അങ്ങോട്ടേക്ക് വന്നു. പിന്നെന്താ ബാക്കി ഞാൻ കാണിച്ചത്. കാശിയിൽ മൊത്തം വിശന്നിട്ട് ഒരു ഇതായിട്ടുണ്ട് അല്ല കാശി വിശക്കുന്ന അപ്പോൾ മൊബൈൽ നോക്കി ഞാൻ താഴെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചിട്ടാണ് ഗൈസ് നടക്കുന്നത്. ഇതിവിടെ പശുവെല്ലാം ഉണ്ട് കേട്ടോ. പശു ആര് വരുന്നേ? ചച്ച വരുന്നതാ. അമ്മമ്മ വന്നിട്ട് അച്ഛനെ അതാ അതാ അച്ഛൻ അതാ 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 ഇല്ല പരി അച്ഛ ഇല്ല പരി അതെയാ. തറവാട് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ഇവരെ വീട് പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് അതാട്ടോ തറവാട് വീട്. അപ്പോൾ അത് പൊളിച്ചിട്ട് ഇപ്പോൾ വേറെ വീട് വെക്കുന്നുണ്ട് ഇവര്. അതൊക്കെ ശരിയാണ്. അമ്പ ഇവിടെ കുറേ പശുവെല്ലാം കേട്ടോ. അല്ല കശി അമ്പയുണ്ടോ? അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട്, നമ്മൾ തന്നെ ബന്ധുവിൻ്റെ തന്നെ വീട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ തോട്ടത്തിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് തോട്ടമാണ്. ഇതെല്ലാം എന്തെല്ലോ വള്ളമെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്. അതാ അമ്മേനെ കാണിച്ചു തരാം. അതാ അയ്യോ
അയ്യോ പശു ഉണ്ട് കേട്ടോ, 2-3 പശു ഉണ്ട്. ഫുള്ള് വാഴത്തോട്ടവും കവുങ്ങും തോട്ടമല്ല കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ അച്ഛനെ ഇവിടെയാ വെച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വേറൊരു വീടുണ്ടെന്ന്, അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ജസ്റ്റ്. അപ്പം എന്താ അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ വേറെ ഇങ്ങനെ ആയിട്ട് വേറെ വലിയ ഇതൊന്നുമില്ല വീട്ടിൽ. ജസ്റ്റ് വൈകുന്നേരം ഏച്ചെല്ലാം വരുമായിരിക്കും, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ പിന്നെ ഒരു കാര്യം, എൻ്റെ വീട്ടിൻ്റെ തോട്ടാണ് കേട്ടോ. അതാ വയൽ കാണിച്ചു തരാം. ഫുള്ള് കണ്ടവും വയലും നെൽകൃഷിയെല്ലാം ആയിട്ട്. അതായത് മഞ്ഞളാണേ. അപ്പോൾ മൊത്തം പിന്നെ ഇതാ കുറേ മരമെല്ലാം ഉണ്ട്. നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തി ഗൈസ്. അയ്യോ ഇവിടെ ഒരു അമ്മമ്മ ഉണ്ട് കേട്ടോ. അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഹലോ ഗൈസ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടാറ്റാ.